ക്കേണ്ട വിശേഷം. അപ്പോൾ ഇന്ന് ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇന്ന് ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുന്ന ചട്ടിയിലാണ്, മീൻ ചട്ടിയിലാണ്. ചൂടുണ്ട് കേട്ടോ, തീ ഇപ്പോൾ കൈ പിടിച്ചാണ്. അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകില്ല, പച്ചമുളകിനെ പോയി പറിക്കണം. ഇഞ്ചി ചതച്ചിട്ടുണ്ട്, പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് ഇട്ടേക്കുന്നത് എന്തെന്ന് വിചാരിക്കും. ഒരു തക്കാളിക്ക് അവിടെ വെറുതെ കിടക്കായിരുന്നു, ഒരു ചെറുത് പച്ച തക്കാളിക്ക് പാടുത്തതാണ് കേട്ടോ, ഇത് ചെറുതായിട്ട്. അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് വെച്ചാൽ പച്ചമുളക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ കുറച്ച് പച്ചമുളക് ഇപ്പോൾ ഉണ്ട്, ആവശ്യത്തിന് എടുക്കാൻ 2 എണ്ണം മതിയായിരിക്കും. നമ്മൾ പക്ഷേ ഇത് അമ്മ പറയുന്ന ഇത് മറ്റേ മുളകെന്നാ. എൻ്റെ ഇവിടെ വേറെ മുളക് ഇപ്പോൾ ഉണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. കറിവേപ്പിലാണ്ട് ഇവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് ഒടിച്ചെടുക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നിങ്ങൾ വന്ന സമയത്ത് ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ടായിരുന്നു, പക്ഷെ അത് മൊത്തം പോയി. മുളക് ഞാൻ എൻ്റെ ഈ ഒരു ചെറിയൊരു മൊന്തയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ചെറിയ പാത്രത്തിൽ കാണാനല്ല നോക്കിയിട്ട് ആക്കിയൊക്കെ അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ അടച്ച് വെച്ചേക്കാം. അപ്പോൾ ഇത് കിട്ടി, ഇപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വീഡിയോ ഓണാക്കി വെച്ചിരിക്കുകയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത്. പക്ഷേ വീഡിയോ ഓണല്ലായിരുന്നു. ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് ഒറ്റ ഇതിൽ നമ്മുടെ ഓൺ വോയിസ് കൊടുക്കുന്നതുകൊണ്ട് ഒറ്റ ഇതിലങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തായിരിക്കും എടുക്കുന്നത്. അപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. കടുക് തീർന്നു കേട്ടോ. അപ്പോൾ അത് കടുക് ഒഴിവാക്കിയിട്ടുണ്ട്, ഞാൻ കടുക് ഇടുന്നില്ല. ഇതിലോട്ട് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയുടെ ചതച്ചേർക്കും ഇട്ട് കൊടുക്കാം. അതിന് പിന്നെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാമേ. എല്ലാവർക്കും അറിയാമല്ലോ കറി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പറയുന്നതേ ഉള്ളൂ. വെളിച്ചെണ്ണയാനായിട്ട് എടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിലിന് ഭയങ്കര കട്ടിയെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴേക്ക് ഭയങ്കര കട്ടി കേട്ടോ. അത് അതിൻ്റെ എണ്ണയൊക്കെ അതൊരു കട്ടി കണക്ക്. നമ്മുടെ നിങ്ങളല്ലെങ്കിൽ നോക്കിയാൽ മതി, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അത് കുറച്ച് കഴിയുമ്പോൾ ഒരുമാതിരിയില്ല അരക്ക് കണക്കിരിക്കും. നമ്മുടെ ചക്കര അരക്ക് കണക്ക് ഒട്ടി വരും കേട്ടോ. അപ്പോൾ ഞാനത് നിർത്തിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ പേടി ഇനി വല്ല ഹെൽത്ത് ഇഷ്യൂസും വരുന്നുണ്ടോന്ന്. അതുകൊണ്ട് നമ്മൾ എത്ര രൂപയായാൽ പോലും ഇപ്പോൾ എണ്ണ മാറ്റും കേട്ടോ. ഇതിപ്പം വെളിച്ചെണ്ണ മാറ്റാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നീണ്ട നാളത്തെ മോചനത്തിന് ശേഷം ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ അങ്ങനെ ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. തന്നൂടാൻ വീടാട്ടോ. ഇപ്പം 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ, കാരണം ഇവിടെ ഉരുളക്കിഴങ്ങ് തീർന്നു പോയിരുന്നല്ലോ. പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാൻ മതി. വൈകുന്നേരം കഴിക്കണം. പുക ചെറുതായിട്ട് വരുന്നുണ്ട്. ഇതൊന്ന് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് തക്കാളിക്കൊക്കെ അങ്ങ് തട്ടി കൊടുക്കാം. ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്, കാരണം 2 ഉരുളക്കിഴങ്ങല്ലേ ഉള്ളത്. അപ്പോൾ എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കി. പക്ഷെ ഉള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം ഉരുളക്കിഴങ്ങ് 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. കറി തികയണ്ടേ, ഞങ്ങൾക്ക് വൈകുന്നേരം കൂടെ കൊടുക്കണം. ഇപ്പോൾ ഏകദേശം എന്തായാലും ഒരു 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മ തോരനും പിന്നെ എന്തോ ഒരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പച്ചക്കറിയൊക്കെ തീർന്നു പോയായിരുന്നു. ഞങ്ങൾക്കിനി അത് പോയി വാങ്ങിക്കണം. വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ എപ്പോഴും മഴ കേട്ടോ, റെസ്റ്റില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങി ഉള്ളത് വെച്ച് ഞങ്ങൾ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ. പിന്നെ ഇത്രയും കൊടുക്കാം. പിന്നെ നമുക്ക് അരപ്പ് ചേർക്കുമ്പം ഇതിൽ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇതിൽ പിടിച്ചു വരാൻ വേണ്ടിയാണ്. ചെറുതായിട്ട് അടുക്കി പിടിച്ചോ എന്നൊരു ഡൗട്ടുണ്ട്, കാരണം ഞാനാണെങ്കിൽ എനിക്കൊക്കെ ആട്ടോ. ഞാനാണെങ്കിലേ നമ്മുടെ ബാഷ് പീസില്ല, നമ്മുടെ പാത്രങ്ങളുടെ ബേസിൻ്റെ അടുത്ത് ഇതിൽ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പം വെള്ളം ഇങ്ങനെ പോകുന്നില്ല, അത് മൊത്തം അടുക്കളയിലിട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ട്യൂബൊക്കെ ഇളക്കൊണ്ട് പോയി കഴുകി ാണ് വന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്തടുത്ത ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ഷോർട്ടേജ് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകെ പോയതാണ്. വീഡിയോ നല്ല ലെന്തോ ആവുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ അതിന് 4 മിനിറ്റായി. ഞാൻ ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ചേരുവകൾ ചേർത്തിട്ട് ഈ വശത്തെ എണ്ണ വേണ്ട. അപ്പം നമുക്ക് ആ എണ്ണയുള്ള സ്ഥലത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എണ്ണ തോനെ ഒഴിക്കും. എനിക്ക് കറി വയ്ക്കുമ്പോൾ നല്ല ഓയിലി വേണം. എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. നല്ല 2-3 സ്പൂണ് മുളകുപൊടി ഇട്ട് കൊടുത്താണ്. നല്ല എരിയും വേണം. ഇത് നമ്മുടെ നാടൻ മറ്റേ കാശ്മീരി ചില്ലിയല്ല, അല്ലാത്ത മുളകുപൊടി പൊടിച്ചതാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. എല്ലാ വർഷവും പൊടിച്ചത് വാങ്ങിക്കുമായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം പൊടിച്ചത് വാങ്ങിച്ചിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നു. ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഒരു ഏറെ എന്തോ
ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണേ. കിടക്കുന്നേ ഇതിന്ന് രാവിലെ ഇത് നമ്മുടെ വിറകൊക്കെ എടുത്തതാണ്. ഇനി നമ്മൾ കറിയെല്ലാം വെച്ച് തന്നിട്ട് വേണം അടുപ്പൊക്കെ ഒന്ന് തൂത്തുകാരി ഇടാൻ കേട്ടോ. ഇവിടെ കണ്ടോ, ഇതൊക്കെ മൊത്തം ചാമ്പലും ഇതൊക്കെയാണ്. വിറക് നമ്മളിങ്ങനെ ഓരോന്ന് ഒടിച്ച് വയ്ക്കും. അപ്പം അതിൻ്റെ മണ്ണൊക്കെ വീണ് കിടക്കുന്നതാണ് കേട്ടോ. വീട് കുറച്ച് ലെന്തുണ്ട്, എന്നാലും എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇത് കാണാൻ നോക്കണേ. കറി ഇത് ഏകദേശം ഇത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടാവാനാണ് സാധ്യത കൂടുതൽ. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് വറ്റി വരട്ടെ. നമുക്ക് ഈ ഒരു സൈസ് ആകുമ്പോൾ എടുക്കാം കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പുണ്ടാകുന്ന നോക്കണം, കാരണം ഉപ്പ് ഞാൻ കുറച്ച് ആ സമയത്ത് ഇട്ടതാണ് കേട്ടോ. ചട്ടി പൊട്ടിപ്പോണെന്തോ. ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ. കണ്ടോ, നല്ല മഴ വരുന്നുണ്ട്. പിന്നെ എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസമായി ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്, എന്നിട്ട് മാറുന്നില്ല കേട്ടോ. തൊണ്ട നന്നായിട്ട് പഴുത്തു പോയായിരുന്നു. അപ്പം സൗണ്ട് ചെറുതായിട്ട് അടഞ്ഞു വരും. കഫമുണ്ട്. പരമാവധി എല്ലാം ഞാൻ മഴയൊന്നും നനയത്തില്ല. എന്നാൽ പിന്നെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തണുത്ത വെള്ളമൊക്കെ ഒന്ന് കുറയ്ക്കാൻ നോക്കണം. എനിക്കത് അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ചൂടൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ചൂടുണ്ടാകുന്ന സമയത്ത് ഞാൻ എപ്പോഴും തണുത്ത വെള്ളം കുടിക്കൊക്കെ വരുന്നത് കേട്ടോ. നോർമലി ഞാൻ ചൂടുവെള്ളമാണ് എപ്പോഴും കുടിക്കുന്നത്. പിന്നെ ചൂടായതുകൊണ്ട് ഞാൻ തണുത്ത വെള്ളത്തിലോട്ട് മാറിയതാണ്. അപ്പോൾ എല്ലാവരും പരമാവധി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കണം. കണ്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി, കാരണം മൺചട്ടിയല്ലേ. കറി നല്ല അടിപൊളി കറിയാണെന്ന് തോന്നുന്നത്. കടിക്ക് എനിക്ക് കാണുമ്പോൾ ചില കറി വയ്ക്കുമ്പോൾ എനിക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ നല്ല കറിയാണോ അല്ലയോ എന്ന്. ചിലപ്പോൾ ഫ്ലോപ്പായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു കാര്യം കൂടെ ഉണ്ടേ, നമുക്ക് കറിവേപ്പിലയും കൂടെ അങ്ങിട്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.